ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ലക്ഷദ്വീപത്തിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോയി നമുക്ക് അവിടുത്തെ ഓരോ കാഴ്ചകൾ നമുക്ക് കാണാം. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ സെക്കൻഡ് പാർട്ട് കണ്ടിട്ട് വരണം. സെക്കൻഡ് പാർട്ട് ഞാൻ ഒന്നിവിടെ ലിങ്ക് കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി ചെക്ക് ചെയ്താൽ മതി. എൻ്റെ ചാനലിൽ പോയി ചെക്ക് ചെയ്താലും എൻ്റെ വീഡിയോ കാണാൻ പറ്റും. അപ്പം നമുക്ക് അവിടെ പോയി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളും അതേപോലെ ക്ഷേത്രത്തിൻ്റെ അകത്ത് കുറച്ച് സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ വെളിയിലെത്തി. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ വെളിയിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പിന്നെ അങ്ങനെ നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അകത്ത് ജസ്റ്റ് എൻ്റർ ആകുമ്പം, അകത്ത് കയറുമ്പം തന്നെ നമുക്ക് ചെറിയ രീതിയിൽ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഫ്രണ്ടിലെത്തി. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഞാനിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു മണ്ഡപമുണ്ട്, കല്യാണ മണ്ഡപം. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. നമുക്കിനി ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ കാണാം. ഭഗവതി വരുമ്പോൾ ഭഗവതിയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിപ്പോൾ ലക്ഷദ്വീപത്തിൽ നിൽക്കുവാണ്. ഭയങ്കര പ്രത്യേക എൻ്റെ അമ്പലം. നോക്കൂ എന്ത് ഭംഗിയാണ്. സനാതന ലോകത്തെ പഠിപ്പിച്ചൊരു പാഠമാണ്. ആ വലിയ പാഠത്തിലാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ പുറത്തെത്തി. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഓപ്പോസിറ്റ് കല്യാണ മണ്ഡപമുണ്ട്. അപ്പോൾ കല്യാണ മണ്ഡപത്തിൻ്റെ അവിടെ വിളക്കൊക്കെ വെച്ച് ഒരുക്കിയിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.